മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ കശുവണ്ടി വ്യാപാരിയിൽ നിന്ന് കോഴ ആവശ്യപ്പെട്ടവർ അറസ്റ്റിൽ. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരാണ് പിടിയിലായത്. കൊല്ലം സ്വദേശിയിൽ നിന്നാണ് 2 കോടി തട്ടാൻ ശ്രമിച്ചത്. വിജിലൻസ് എറണാകുളം യൂണിറ്റ് ഒരു ട്രാപ്പ് നടത്തിയിട്ടുണ്ട്. ട്രാപ്പ് മണിയായിട്ട് 2 ലക്ഷം രൂപയാണ് പിടിച്ചിരിക്കുന്നത്. വിൽസൺ എന്നൊരാൾ, അയാൾ തമ്മനത്തുകാരനാണ്. ഇയാളെ സമീപിച്ചിട്ട് നിങ്ങളുടെ ഇഡിയിലുള്ള നിങ്ങളുടെ ഇഷ്യൂ തീർത്തു തരാം, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർത്ത് തരാം എന്ന് അങ്ങോട്ട് വാഗ്ദാനം നൽകുന്നു. പിന്നെ അയാളായിട്ട് നിരന്തരം അയാളെ ബന്ധപ്പെട്ട് പിന്നീട് ആ നെഗോഷിയേഷൻ അയാൾ ആവശ്യപ്പെടുന്നത് 2 കോടി രൂപ നൽകണം. 2 കോടി രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം. അത് 4 തവണയായിട്ട് 50 ലക്ഷം രൂപ വീതം ഇടണം എന്ന് പറയുന്നു. കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിനോട് ഇടാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ വിജിലൻസിനെ സമീപിച്ചു. വിൽസൺ ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്ത സമയത്ത് വിൽസൺ അതിൽ വേറെ രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്ന ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറെല്ലാം തന്നത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഇതിൽ പങ്കുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മുരളിയും പിന്നീട് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. 2 കൂട്ടരെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി. ഇതിനെന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് കൊല്ലം സ്വദേശിയായ ഒരു കശുവണ്ടി വ്യാപാരിയെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളെയാണ് ഇപ്പോൾ കേസ് ഒതുക്കാൻ കോഴ ആവശ്യപ്പെട്ട് ഇവർ 2 പേരും സമീപിക്കുന്നത്. പനമ്പള്ളി നഗറിൽ വെച്ചാണ് ഇന്ന് ഈ 2 പേരെയും ഈ പണം കൈമാറുന്നതിനിടെ വിജിലൻസ് പിടികൂടുന്നത്. 2 കോടി രൂപയായിരുന്നു ഇവർ ഈ കേസ് ഒതുക്കാനായി കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യാപാരിയോട് ആവശ്യപ്പെട്ടത്. അഡ്വാൻസ് തുകയായി 2 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഈ വ്യാപാരി വിജിലൻസിനെ വിവരമറിയിക്കുകയും വിജിലൻസ് നൽകിയ പണവുമായി ഇവർ ഈ പ്രതികൾക്കടുത്ത് എത്തുകയും ചെയ്തത്. പിന്നീട് ഈ തുക കൈമാറുന്നതിനിടെ ഈ വിജിലൻസ് ഇവരെ പിടികൂടുകയായിരുന്നു. 2 പേരാണ്, തമ്മനം സ്വദേശി വിൽസൺ ഒപ്പം രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരാണ് നിലവിൽ വിജിലൻസ് പിടികൂടിയിട്ടുള്ളത്. വിജിലൻസ് അന്വേഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കശുവണ്ടി വ്യാപാരിക്ക് ഇഡി ചോദ്യം ചെയ്ത വിവരം ഇവർ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന കാര്യമാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കശുവണ്ടി വ്യാപാരിക്കെതിരെ ഇഡി കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇവർ ചോദ്യം ചെയ്ത വിവരം ഈ പ്രതികൾ അറിഞ്ഞ നടക്കമുള്ള കാര്യങ്ങളാണ് വിജിലൻസ് നിലവിൽ പരിശോധിക്കുന്നത്. അജി.